കൂട്ടുകാരെ, ഒരെണ്ണം കിട്ടിക്കഴിയുമ്പോഴാണ് ഭൂതോദയം വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നെന്നുള്ളത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 2023 വീട്ടിൽ അങ്ങനെ ഒരു ക്ലാഷ് നടത്തിയിട്ട് അമ്മ ഇറങ്ങിപ്പോയത്. അപ്പോൾ ആ അമ്മ എന്നെ കൊടുക്കാനാണ് ഇരുന്നത്, കുടുങ്ങിയില്ല. അങ്ങനെയാണ്. കാരണം പ്രകൃതിയും ദൈവവും കാണുന്ന കാര്യങ്ങളാണ്, അതുപോലെ മാത്രമേ സംഭവിക്കത്തുള്ളൂ. അങ്ങനെ അത് അവരുടെ കാര്യം നടക്കാഞ്ഞപ്പോൾ അവരത് പോയി, അവരെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ അപ്രോച്ച്. അപ്പോൾ ഞാൻ അന്ന് പൊടിക്കൊച്ച്, എൻ്റെ കൊച്ച്. അപ്പം ഞാനിതൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ എന്ന് പറഞ്ഞ് എന്നും പള്ളിയിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ പോയി പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും ഇതൊക്കെ ശരിയാട്ടെ. ഇവരുടെയൊക്കെ വക്രത പിടിച്ച മനസ്സ് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പം ഞാൻ പോയി പ്രാർത്ഥിക്കാൻ ഒരു ദിവസം ദൂരെ ഒരു പള്ളിയിൽ പോയിരുന്നു. തിരിച്ച് വന്ന ഇച്ചിരി വൈകിയൊന്നും വലിയ വൈകലൊന്നുമില്ല. അന്ന് ഈ കൊട്ടിയും പോലീസുമായിട്ട് ചേർന്ന് വീട് കുത്തി തുരന്ന് ലവലേഷണമാക്കിയിട്ടിരുന്നു. അറിയോ, ഞാൻ എൻ്റെ പൊടിക്കുഞ്ഞുമായിട്ട് വന്ന് അന്തിച്ചു പോയി. ഓട്ടോക്കാരനാണ് പറഞ്ഞത്, അയ്യോ ഇത് എന്തോ കള്ളം കയറിയതാണ് സംഭവം. അയൽക്കാരന്ന് തിരിഞ്ഞു പോലും നോക്കില്ല. അന്നൊന്നും ഈ വെളുപ്പത്തരവളുമാർ കാണിക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു ചേസിങ് ഇതുണ്ടായിരിക്കാം, നോക്കുന്നുണ്ടായിരിക്കാം. എന്നിട്ട് പിന്നെയല്ലേ സ്ട്രെങ്ത് ഇവിടുന്ന് പോകണമല്ലോ, അകത്തുനിന്ന് പോകണം, വീട്ടിൻ്റെ അകത്തുനിന്ന് പോകണം, അകത്തുള്ളവരുടെ അടുത്തുനിന്ന് പോകണം. അന്നേരമാണ് ഈ വട്ടത്തരം കാണിക്കാൻ തുടങ്ങിയത്. ഇവരുടെ വിചാരം ഇവരിങ്ങനെ കാണിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര പവറാണ്. അത് അവർക്ക് തോന്നുന്നതാണ്. അവരെ പവറൊക്കെ പിന്നെ അറിയാൻ പറ്റും, അവർക്ക് തന്നെ അറിയാൻ പറ്റും. അതവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതുമാണല്ലോ, എന്നിട്ടും മനസ്സിലാവുന്നില്ല. കഷ്ടം തന്നെ. അവരുടെയൊക്കെ കാര്യം ഓർത്ത് എനിക്ക് സങ്കടമാണ്. നിയമക്കാരുടെ കാര്യം ഓർത്തിട്ടും സങ്കടമാണ്. എന്തോ കഷ്ടമാണ് ഇതൊക്കെ. അപ്പോൾ അതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഇവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. കൊട്ടി വാതിൽ ഞാൻ ചെന്ന് വിളിക്കുമ്പോൾ കൊട്ടി അടച്ച ആൾക്കാരാണ് ഈ അയൽവാസിയായ വേറൊരു ഈ പറയുന്ന കൂട്ടരിൽ ഒരു പാർട്ടിക്കാർ മൊത്തം. എന്നിട്ട് ഇപ്പം ചൊറിയാൻ വേണ്ടി നിൽക്കും. ചൊറിയുന്നതല്ല, അവർ മാന്തി എൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ ഇളക്കിയിട്ട് ഞാൻ 3 വർഷം ഇതെല്ലാം മാനസിക ദ്രോഹം ഏറ്റിട്ട് അവരുടെ പിള്ളേർ സഹിതം. ആ അമ്മു എന്ന് പറയുന്നൊരു കൊച്ച്, അവളൊക്കെ കൊടുത്ത കൈക്ക് കടിച്ചു, അത്ര തന്നെ. ഭയങ്കര ഇതായിരുന്നു, അമ്മയെക്കാട്ടി ഉശിരോടെയായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പം അന്നൊക്കെ കൊട്ടി അടച്ച ആൾക്കാർ പിന്നെ അങ്ങനെ വാതിൽ തുറന്നു. എന്നിട്ട് അവരോട് ഞാൻ വിളിച്ച് ചോദിച്ചു, ഇവിടെ ഇങ്ങനൊരു ക്ലാഷ് നടന്നപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലെന്ന് 100 വട്ടം ചോദിച്ചിട്ട് കോൾ എടുത്തില്ല. പിന്നെയാണ് എടുത്തിട്ട് പറഞ്ഞത് അത് കുട്ടിയും പോലീസും എൻ്റെ അമ്മയും എൻ്റെ പിരിഞ്ഞ ഭർത്താവിനെയും കൂടെ എടുത്തുകൊണ്ട് വന്നു. അപ്പോഴോ എന്ത് കൊള്ളാം കുത്തിത്തരുന്നത്. അതൊന്നും ഞാൻ കേസാക്കിയില്ല. എനിക്ക് എത്ര സാധനങ്ങളന്ന് മോഷണം പോയി, അതൊന്നും ഞാൻ കേസാക്കിയില്ല. അത് എനിക്ക് നേരമില്ലാഞ്ഞിട്ടായിരുന്നു. നേരവും ഇല്ല. ഇതിനായിട്ട് ഞാൻ ഈ വക്രത പിടിച്ച ആൾക്കാരോടെ എനിക്കൊരു സമയം വരുമെന്ന് എനിക്ക് ദൈവത്തോട് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു കേസ് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, തെറിക്കും. അത്രേ ഉള്ളൂ, ഞാനൊന്നും പറയുന്നില്ല. അത് ചെയ്യാൻ തന്നെയാണ് പരിപാടി. അതിനെ തന്നെ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അപ്പോൾ ഈ പോലീസ് തന്നെയാണല്ലോ എന്നോടത്തൊരു മെമ്പർ പണ്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്ത് ആവശ്യം പറഞ്ഞാലും കൊട്ടിയം പോലീസിൻ്റെ അടുത്ത് നിങ്ങൾ ചെല്ലരുത്, നിങ്ങൾ പകരം ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പറഞ്ഞവർ പറഞ്ഞതാ പറയുന്നത്, അത്രേ ഉള്ളൂ. എന്നെക്കൊണ്ട് പറയിക്കുന്നതല്ലേ ഇതെല്ലാം. എൻ്റെ ഫോണിൽ സെർച്ച് ചെയ്താൽ കിടക്കും ഇതെല്ലാം. സൈബറിൽ നിന്ന് എടുക്കാമല്ലോ. ഈ ഫോൺ റെക്കോർഡിലുള്ള ആൾക്കാർ പറഞ്ഞതും നിങ്ങൾ പറയുന്ന എല്ലാം റെക്കോർഡഡ് ആയിരുന്നല്ലോ. കാരണം അങ്ങനെ ആക്കാതിരിക്കാൻ വേറെ വഴിയില്ല. കാരണം എനിക്ക് തെളിവുകൾ വേണം, ആൾക്കാർക്കും തെളിവുകൾ വേണം. അപ്പോൾ ഈ അപരാധികളുടെ കൂടെ ഈ പോലീസ് ഉണ്ട്. അതിനുശേഷം ഞാൻ ഭയന്ന്, എന്നിട്ട് അന്നിരുന്ന 2023 CI എന്നെ അമ്മയുടെ മരുമോൻ്റെ ബലത്തിൽ, പൈസയുടെ ബലത്തിൽ ഭയങ്കരമായിട്ട്, ഇപ്പോൾ ആ CI പരവൂർ എവിടെയും കണ്ടാണ് ഇരിക്കുന്നത്. ആ CI ഫോണിൽ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തു. അന്ന് എൻ്റെ കുഞ്ഞ് പൊടിക്കുഞ്ഞാണ്. അപ്പം അവർ ആ പൈസയുടെ ബലത്തിൽ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തു. പിന്നെ ഇവരുടെയൊക്കെ ബലത്തിൽ ടോർച്ചർ ചെയ്തത് ഈ പൂരത്തെറി അയലത്തെ ഒരു പുരുഷൻ വിളിച്ചിട്ട്, ഞാനൊന്നും പറഞ്ഞില്ല, അവനെൻ്റെ ഫോണിൽ വിളിച്ച തെറിയാണ് ഞാൻ പറഞ്ഞത്. അതിന് പോലും പോലീസ് നടപടി എടുക്കാതെ സൈബർ പോലീസ് സ്റ്റേഷനിലെ ജോൺസൺ എന്ന് പറയുന്ന ഒരു പോലീസും ഇവരുടെയൊക്കെ വാക്കും കേട്ട് വളരെ ടോർച്ചറിങ് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ആണ് എന്നെ അവിടെ വിളിപ്പിച്ചത്. ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട് പോലും. എന്താണ് ഇട്ടത്? അവരുടെ വീഡിയോയോ വല്ലതും വന്നോ? ഇല്ലല്ലോ. ഇവർ കാണിച്ചിരിക്കുന്ന ചെറ്റത്തരം മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ. അതിന് എന്നെ വിളിച്ചവിടെ എൻ്റെ 2 വർഷത്തെ പരാതി എവിടെ പോയി? കൈമലർത്തി കാണിക്കുമോ പോലീസ്? കൊട്ടിയം പോലീസായാലും സൈബറായാലും. അറിയോ, പൈസയുടെ ബലത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലീസെല്ലാം ബ്ലോക്ക് ചെയ്ത് കളയുക വാട്സപ്പിൽ നിന്ന്. എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു? എന്തുകൊണ്ട് പിന്നീട് ചോദ്യങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോൾ പിന്നീട് കോൾ എടുക്കാത്ത എന്ത്? ഇവർക്കൊക്കെ പെൺമക്കളൊക്കെ ഉള്ളവരാ.
ഈ കാണിക്കുന്ന മൊത്തം പോലീസിന് ഉൾപ്പെടെ അത് തന്നെ. അപ്പോൾ കിട്ടും, ആർക്കായാലും കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇപ്പോൾ ഇരിക്കുന്ന CA തന്നെ നമ്മളെ കേൾക്കാനൊന്നും മനസ്സ് കാണിക്കാതെ പോയതാണ്. ഞാൻ റെക്കോർഡഡ് ആണെന്ന് കാണുമ്പോഴാണ് അതിനൊരു ഉത്തരം തന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ കൂടെ നിന്നങ്ങ് വർത്താനം പറയുവാണ്. അത് ഉള്ളതല്ല എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. പിന്നെ ഈ പച്ചക്കറി കേസിലെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, പിന്നെ ഒരു അനിൽകുമാർ എന്ന ഇവർ പേര് പലതാണ് പറയുന്നത്, നമ്പർ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അനിൽകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് എൻ്റെ CCTVയിൽ വരെ ഇവർ വന്ന് ക്ലാഷ് ഒപ്പിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നില്ല അത് എന്ന് പറയാൻ നേരത്ത് അത് പറവകളായിരിക്കും, അതൊന്നുമല്ല നിങ്ങളുടെ തോന്നലുകളാണ്, ഇതൊന്നും സംഭവിക്കുന്നതല്ലെന്ന് പറഞ്ഞ് പ്രതിയാക്കുന്ന പരിപാടികളാണ് പോലീസ് ഏമാന്മാർ കാണിക്കുന്നത്. പക്ഷേ ഇത് വളരെ ഇതായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു സിംഗിൾ മദർ വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർത്ത് വേണം. ഞാൻ CWDC എടുത്ത് സംസാരിച്ചു, എല്ലായിടത്തും സംസാരിച്ചു, കളക്ട്രേറ്റിൽ ചെന്ന് കാണാമെന്നും നേർന്ന് അവിടെ നിൽക്കുമ്പോഴും ഞാൻ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പൈസയുടെ ആളുകൾക്ക് ഇങ്ങനെ നീട്ടി പറയുമ്പോൾ ചില അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല. അപ്പം ഞാൻ അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അന്ന് ഇപ്പം ഇത് പൈസയുടെ കളിയല്ലെങ്കിൽ എന്താണ്, 2023 പോലീസിന് ഒരു കൊലപാതകയെ പിടിക്കാൻ വരുന്ന കണക്ക് എൻ്റെ വീട് കയറി ആക്രമിക്കാനുള്ള ഒരു അധികാരം ഉണ്ടോ? ഇല്ല. അത് ഞാനായതുകൊണ്ട് എല്ലാം നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. അത് വളരെ ശക്തിയായിട്ട് ദൈവം എന്നെ മാനിക്കും. അതുകൊണ്ട് പിന്നെ 2 പിന്നീട് പോലീസിൻ്റെ വക CIയുടെ ടോർച്ചറിങ്. എന്തിനാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്ന ഒരു സ്ത്രീയെ ടോർച്ചർ ചെയ്യാനുള്ള അവകാശം? പിന്നീട് കൊട്ടിയം ഇപ്പോൾ ഇരിക്കുന്ന CI നമ്മളെന്ത് കാര്യം വിളിച്ച് പറഞ്ഞാലും നിങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മാനിക്കാത്ത രീതിയിൽ തന്നെയാണ്. പിന്നെ റെക്കോർഡറാണെന്ന് ഈ കേസ് ഭയങ്കര ഇതായിട്ട് ഇവർക്ക് അത് ബാധിക്കുന്നു എന്ന് കണ്ട് റെക്കോർഡ് ചെയ്യുന്നു എന്ന് കണ്ടപ്പോഴാണ് പ്രതികരിച്ചിട്ട് അവരുടെ സൈഡിൽ നിന്ന് തന്നെ അങ്ങ് സംസാരിച്ച് തഴഞ്ഞു കളയാണ് ഇപ്പോഴത്തെ CIയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു അധികാരമുണ്ടോ? പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പച്ചക്കറി നഷ്ടപ്പെട്ടപ്പോൾ ചെന്ന് പറഞ്ഞപ്പോൾ ഒരു വണ്ടി നഷ്ടപ്പെട്ടാലും നിങ്ങളത് കണ്ടില്ലെന്ന് നടിക്കണമെന്ന് പറയാനുള്ള അവകാശമുണ്ടോ? പക്ഷേ ജംഗ്ഷനിൽ SI നിന്ന സമയത്ത് ഞാൻ ചെന്ന് SIയുടെ കാലും കൈയും പിടിച്ചപ്പോഴാണ് SI വന്ന് അവന്മാരെ വഴക്ക് പറഞ്ഞത്. എന്നിട്ട് സാധനം എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും ഞങ്ങൾക്ക് പറ്റത്തില്ലെന്നുള്ള രീതിയിൽ നിന്നപ്പോൾ തഴഞ്ഞു കളഞ്ഞു. എനിക്ക് ഇത്രേ പറ്റത്തുള്ളൂ, ബാക്കി നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്. അപ്പം ഇവിടെ എന്ത് നിയമമുള്ളത്? അപ്പോൾ ഒരു വണ്ടിയൊക്കെ നഷ്ടപ്പെട്ടാലും ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ടാലും പോലീസിൻ്റെ അടുത്ത് ചെല്ലരുതെന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ എന്ത് ചെയ്യും? ഇവിടുത്തെ കേരളത്തിൽ എല്ലാവർക്കും ഓടി വിദേശത്ത് പോകാൻ പറ്റുമോ? എനിക്കും വിദേശത്ത് ഓടി പോകാൻ പറ്റത്തില്ലായിരുന്നു, അറിയാം. പക്ഷേ ദൈവം എന്നെ മാനിക്കും, അതെനിക്കറിയാം. മാനിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കതറിയാം. നിങ്ങൾ എത്രത്തോളം എന്നെ താഴ്ത്തുന്നോ അത്രത്തോളം ഞാൻ കയറി വന്നോളും, അതുറപ്പാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ CWDC അവരെ ഞാൻ 100 പറഞ്ഞ് എൻ്റെ കാര്യങ്ങളൊക്കെ അവർ കേട്ടിട്ട് പോയി വീടിൻ്റെ ഏരിയയിൽ വന്ന്. പക്ഷേ ഇത്രയും സിറ്റുവേഷൻസ് ഇവരെല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ആളാരാന്നറിയാതെ എനിക്ക് ഗേറ്റ് തുറക്കാം. ഗേറ്റ് അയൽവാസികളെ കാരണം തന്നെയാണ് പൂട്ടിട്ടിരിക്കുന്നത്. അവരല്ലാതെ വേറൊരു ദ്രോഹം ഇല്ല എനിക്ക്. അവരാണ് കള്ളത്തരവും വഞ്ചനയും ചതിയെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവരെ പ്രതിയാണ് ലോക്ക് ചെയ്യേണ്ടി വന്ന ഗേറ്റ്. പിന്നെ സ്ത്രീ മാത്രം താമസിക്കുന്ന വീട്ടിൽ ലോക്ക് ഇല്ലാതെ കഴിയാൻ പറ്റും. അതുകൊണ്ടാണ് ലോക്ക് ഇട്ടുകൊണ്ട് കഴിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം അവർ ലോക്ക് എന്തിനിട്ട് കിടക്കുന്നതെന്നായി CWDC. പിന്നെ ഒരു കൗൺസിലറിനെ കൊണ്ട് ഇവർ വിളിപ്പിച്ചപ്പോൾ സംസാരിച്ചിട്ട് ഞാൻ കളക്ട്രേറ്റിൽ ചെല്ലാം എന്ന് പറഞ്ഞിട്ട് അവരുടെ കുട്ടിക്ക് പനിയാണെന്ന്. ഇതൊക്കെ നടന്ന സംഭവമല്ലേ? അപ്പോൾ എനിക്ക് ഒരു സമയമില്ലേ? അവരുടെ സമയത്തിന് വേണ്ടി മാത്രം ഇതേന്ന് പറഞ്ഞ് നിൽക്കണം ഞാൻ. പിന്നെ അവരോട് വഴക്ക് കൂടിയെന്ന് പറഞ്ഞാൽ പിന്നീട് ഇപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു നാട്ടിൽ ജീവിക്കുമ്പോഴും ഇതുപോലുള്ള കോളുകൾ തന്നെ വന്നുകൊണ്ടിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ. പിന്നെ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു കോള്. ചില പോലീസുമാർ പറയുന്നത് ഇങ്ങനെ ഒരു പോലീസിൻ്റെ നമ്പർ അവിടെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. നിരന്തരം വിളിച്ച് ഞാൻ മാന്യമായിട്ട് അവർക്ക് കള്ളനെയും പിടിച്ചു പറയും കാര്യമൊന്നും വേണ്ട. ഇതിൻ്റെ ബലം അത്ര വലിയ ശക്തിയായിരുന്നു. CWDC എടുത്ത് ഞാൻ വർത്തമാനം പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടും ചെയ്തില്ല, വരുന്നില്ല. അതെൻ്റെ തെറ്റാണ്. പിന്നെ ഞാൻ കളക്ട്രേറ്റിൽ നിൽക്കുമ്പോൾ അംഗൻവാടിയിലെ അവരെ ഈ വിഷയത്തിൽ ഞാൻ പെടുത്തിട്ടില്ല. അവരവരുടെ വീട്ടിലെ പരാതി എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതിനോടൊപ്പം പറഞ്ഞിട്ടുള്ളവരാണ്. അയ്യവർ ഇപ്പം അവരുടെ അംഗൻവാടിയിലൊന്നും ഞാൻ അതുകൊണ്ട് വിടാറില്ല, എൻ്റെ മോനെ അവിടെ വിടാറില്ല. ഈ അയൽക്കാരെ പേടിച്ച് ജീവിച്ചത് കാരണം എനിക്ക് എങ്ങും സ്വതന്ത്രമായിട്ട് എനിക്ക് കൊച്ചിനെ ജീവിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വെളിയിൽ നാട്ടിൽ എന്തായാലും പോയി ജീവിച്ചിട്ട് അവിടെ കൊച്ചിനെ പഠിക്കാൻ വിടണം എന്ന് പറഞ്ഞ് ഞാൻ വിട്ടിട്ടുമുണ്ട്. ദൂരെയാണ്, കൊല്ലത്ത് തന്നെ വിട്ടത്.
അറിയോ, എൻ്റെ ഗതികേട് ഓർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നടന്ന സംഭവത്തിൽ കളക്ട്രേറ്റിൽ ഞാൻ ഇവർക്ക് പരാതിക്കായിട്ട് മൂവ് ചെയ്യാൻ പോയപ്പോൾ സിന്ധ്യ എന്ന് പറയുന്ന അംഗൻവാടിയിലെ അവരുടെ അംഗൻവാടിയിലൊക്കെ ഇപ്പോൾ എന്തോ നടക്കുന്നത്, അതൊക്കെ ജനങ്ങൾ കാണുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ഇതുപോലുള്ളതിനെയൊക്കെ വളർത്തിയിട്ടാണ്. അപ്പം അവരും വേറൊരു സ്ത്രീയും കൂടെ വന്നിട്ട് ഞങ്ങൾ മുറ്റത്ത് നിൽക്കുകയാണല്ലോ വരുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കളക്ട്രേറ്റിലോട്ട് വാ, ഞാൻ അവിടെ ഇപ്പോൾ ഉണ്ട്. അതൊന്നും അവർക്ക് വയ്യ. ഇത് എന്നെ കൊടുക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ച ഒരു പരിപാടിയാണ്. അമ്മ ഇതിലൊന്നും ഉൾപ്പെടാത്ത രീതിയിലാണ് അമ്മ കാണിച്ചിട്ടുള്ളത്. ഈ അയൽവാസികളുടെ പരാതികൾ ഞാൻ പറയുമ്പോൾ അമ്മ അവരെ വട്ടെന്നാണ് പറഞ്ഞത്. വട്ട് കൂട്ടങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നതിന് നിനക്കെന്തടിയെന്ന്, നീ അങ്ങ് അകത്ത് പോയി ഇരിയടി എന്നും നീ നിയമ നടപടി സ്വീകരിക്കല്ലേ ഇവർക്കെതിരെ, ഇവർ അങ്ങേയറ്റോ ഇങ്ങേയറ്റം. ഈ അയൽവാസികളെ അമ്മ ഇത്ര ഭയക്കേണ്ട കാര്യം എന്താണ്? ഒരു അയൽവാസിയെ അമ്മയ്ക്ക് ഭയങ്കര ഭയമൊന്നുമില്ല, അതൊക്കെ ഒരു കാര്യമാണ്, അറിയോ. ഞാൻ അവരുടെ പൂർവ്വ ചരിത്രം പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഈ തൂങ്ങി മരണവും കാര്യങ്ങളൊക്കെ ഉള്ളത്, തൂങ്ങി മരണം എന്ന് പറയാം അവിടെയാണ്. അതിനെക്കുറിച്ച് ഗ്രാഹ്യമായി അന്വേഷിക്കാൻ ഇപ്പോൾ അതിൻ്റെ പൊടി പോലും ഇല്ല. ജനങ്ങൾ എന്നോടും പറഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനെ ഒരു കേസ് കഴിഞ്ഞതല്ലേ എന്ന്. ഈ ക്രിമിനൽ മൈൻഡുള്ളവരാണ് എന്ന് ഒരു ബോധ്യം വേണം. പിന്നെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരുത്തി, അവളുടെ അമ്മ ആലീസ് എന്ന് പറയുന്ന സ്ത്രീ മരിച്ചത് മാനസിക പീഡനം അവളുടെ തേറ്റിട്ട് മാത്രമാണ്. അതിന് ഒരു കിടക്കാൻ ഇടം തരുമോ എന്ന് അവരമ്മ എന്നോടാണ് ചോദിച്ചത്. അവർ മാനസിക ദ്രോഹം ഏറ്റു മരിച്ച സ്ത്രീയാണ്. ഇത്രയും ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള സ്ത്രീകളും പുരുഷന്മാരും അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ പെടുത്തുന്നതിനോടനുബന്ധിച്ച് അന്യരെയും പെടുത്താൻ നിന്ന കാര്യം നടക്കുമോ? മറ്റേ ആലീസ് എന്ന് പറയുന്ന കൂട്ടത്തിനെക്കാട്ടിയും കുറച്ചുകൂടെ പ്രിയമായിരുന്നു മറ്റേവരുമായിട്ട്. അവർക്ക് ഒരുപാട് ഉപകാരം നിങ്ങൾ കൊടുത്തിട്ടുള്ളതുമാണ്. പക്ഷേ അതിന് കൈക്ക് കയറി കടിച്ച് നിനക്ക് എന്നെ തന്നെ കയറി കടിച്ച്. പക്ഷേ ഇനി എൻ്റെ അമ്മോ, ഇത് ദൈവം പണി കൊടുക്കാതെ ദൈവം എന്തായാലും ദൈവവും ഇരിക്കത്തില്ല, ഞങ്ങളും ഇരിക്കത്തില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങ് വാങ്ങി വെച്ചേക്കണം. ആരോടാണ് കളിച്ചതെന്ന് പവറില്ല എന്ന് വിചാരിച്ചു ഇവിടെ കാണിക്കുന്നത്. ഞാൻ ആരെയും കാണിക്കാൻ നടക്കാറില്ല, ഒന്നുമില്ല. എനിക്കുള്ള എൻ്റെ കുട്ടിയുടെ സേഫ്റ്റി അനുസരിച്ചാണ് എൻ്റെ ഡ്രസ്സുകളും. പണമുള്ളതുകൊണ്ടല്ല, സേഫ്റ്റി നോക്കിയേ പറ്റും. കാരണം എൻ്റെ ക്യാരി ബാഗ് അതും എല്ലാമാണ് എൻ്റെ ബാഗ്. ഇതൊക്കെ കിടന്ന് പറയണമെന്ന് പറഞ്ഞാൽ വലിയ സങ്കടമാണ് ഇത്. എൻ്റെ സേഫ്റ്റി അവനവൻ്റെ സേഫ്റ്റിയാണ്. പിന്നെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലവും ബ്യൂട്ടിയൊക്കെ ആയിരിക്കും എൻ്റെ അടുത്തിരിക്കുന്നത്. അല്ലാതെ ഞാൻ വലിയ മേക്കപ്പ് കാര്യം ഒരു കുന്തവുമല്ല, അറിയോ. എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം എന്തായാലും തരുമെന്ന് എനിക്ക് കോൺഫിഡൻസ് നല്ലോണം ഉണ്ട്. അതിന് ഓരോരുത്തർ അവർക്കില്ലാത്ത കാര്യത്തിന് വേണ്ടി അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, അറിയോ. ഞാൻ ഏതാണ്ട് ഡംപ് കാണിക്കണം, ഒരു ഡമ്പും ഇല്ല എനിക്ക്. എനിക്കിപ്പോൾ ദൈവം ഒരു അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. ഞാൻ കുടിൽ ഉണ്ടെങ്കിൽ അവിടെ സമാധാനം ഉണ്ടെങ്കിൽ അവിടെ കിടക്കാൻ ആഗ്രഹിക്കും. അല്ലാതെ വിദേശ നാട്ടിൽ തന്നെ പോകണമെന്നില്ല. പക്ഷേ നമ്മളെ തേടി ഓരോ കാര്യങ്ങൾ ദൈവം തന്നെ നമുക്ക് കൊണ്ടെത്തിച്ച് തരും. കാരണം എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആഘോഷം എല്ലാം കൂടെ കണ്ട് കുരു പൊട്ടി ഒലിച്ചിരിക്കുകയാണ് ഈ രമയ്ക്കും ഈ ഷമിക്കും. കാക്കട്ടമുലക്കാരി അവൾക്കും ഒരു കൂറ അടിച്ചു കിടക്കുന്ന രമയ്ക്കും. അപ്പം ഇതിൻ്റെ അവരെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ എൻ്റെ അടുത്തല്ല, ഭർത്താവില്ലാത്ത വേദനകൾ താണ്ടി ഇവളെയൊക്കെയും വഹിച്ച് ആകെ ദുരിതത്തിൽ നടക്കുന്നവർക്ക് പുറമേ കാണുന്ന മോഹിച്ച് നോക്കി മനസ്സിലാക്കരുത്. എത്രത്തോളം തീ തിന്ന് ജീവിച്ച ആളാണെന്നറിയോ. ഞാൻ വലിയ ആൾക്കാരുമായിട്ട് ലീഗലി സംസാരിച്ചത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അന്വേഷണത്തിലും കാര്യങ്ങളിലും നിനക്കൊക്കെ വേണ്ടി തന്നെയാണ് എൻ്റെ പണം പോയത്. പക്ഷേ ആ പണം നഷ്ടത്തിനുള്ളതല്ലെന്ന് ദൈവം എനിക്കൊരു ഉൾവിളി തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ച് വേണമായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇനി ഇരിക്കാൻ പോകുന്നവർ നന്നായിട്ട് അതിൻ്റെ കേസ് അങ്ങോട്ട് ചെയ്തു തരും. പക്ഷെ അതിന് ജീവിതത്തിലേക്ക് വരണമെന്നൊന്നുമില്ല. അത് ഞാൻ അവിടെ ഇരുന്നിട്ട് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അവിടെ ഇരുന്നിട്ട് മൂവ് ചെയ്തോളും. ഞാൻ പറഞ്ഞത് കല്യാണശേഷം മതി എന്നുള്ളതാണ്, മൂവ് ചെയ്യാം എന്നുള്ളത്. കല്യാണശേഷം ഞങ്ങൾക്ക് ഇതിനു വേണ്ടി നടക്കാൻ നേരമില്ല. വേണമെങ്കിൽ മൂവ് ചെയ്യാമല്ലോ, എങ്ങനെ വേണമെങ്കിലും ആകാം. പക്ഷേ ഞാൻ പറഞ്ഞ ഇത്രത്തോളം സ്പീഡായാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞു. കേസ് പണമുള്ള പിണുക്കളുടെ അടുത്തൊക്കെ കിടന്ന കളിയായിരുന്നു ഓരോ അംഗൻവാടിയിലെ കുറേ എണ്ണം. അംഗൻവാടിയിലെ കാര്യങ്ങൾ, ഓരോ പിള്ളേർ തലയിടിച്ചിട്ട് വീഴുന്നതും മുറിഞ്ഞ് അംഗൻവാടിയിലെ ഒരു കുട്ടി മരണപ്പെട്ട പോലും ചരിത്രങ്ങൾ. അവിടെ CCTV തീർച്ചയായിട്ടും വെക്കണം. CCTV വെച്ചാലേ ഇത്രയും ദ്രോഹം ചെയ്യുന്ന അംഗൻവാടിയിലെ ആൾക്കാരാണ് ഇത്രയും ദ്രോഹം ചെയ്യുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ 4 വർഷം ചങ്കേ കരള ഒരു അച്ഛനും അമ്മയും അമ്മൂമ്മയും എല്ലാവരും ഞാനായിരുന്നു കേട്ടോ. കാരണം അവനത് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും അവനെ കെയർ ചെയ്ത് അവനിപ്പോഴും ഇന്നും അവനറിയാതെ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഒരാഴ്ച കൊണ്ട് ഭ്രാന്തരുടെ ഭ്രാന്തില്ലായിരുന്നു, ഇന്നത് ഏറ്റടാ രാവിലെ വിളിച്ചടാ എന്നും പറഞ്ഞിട്ട്.
അപ്പോൾ അവൻ ഓൾറെഡി പറഞ്ഞു അമ്മ അത് മൈൻഡ് ചെയ്യണ്ടെന്ന്. അവനാകെ വിഷമമായിപ്പോയി സ്കൂളിൽ നിന്ന് വന്നു തുടങ്ങി. അവൻ കേട്ട വാർത്ത അതാ. അറിയോ എന്തുമാത്രം ദുഃഖം ഈ പോലീസ് അമ്മമാർക്കും എല്ലാവർക്കും ഉണ്ടല്ലോ, കൊച്ചുമക്കളും കാര്യങ്ങളൊക്കെ. ഞാൻ നിരന്തരം വിളിച്ച് പീഡിപ്പിക്കരുത് പെണ്ണുങ്ങൾ. പോലീസൊക്കെ നിരന്തരം വിളിച്ച് ഇങ്ങനെ മനുഷ്യനെ ഇത് ചെയ്യാന്ന് പറഞ്ഞ് കള്ളു കുടിച്ചിട്ട് വിളിച്ച പോലീസിനെ കുറിച്ച് കൊട്ടിയത്തെ CI പറഞ്ഞത് അത് ഉറക്കത്തിലായിരുന്നു, നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയാമല്ലോ, അവർക്കെന്തോ ആവാം. അപ്പോൾ പാവം പിടിച്ച ആൾക്കാരെ ദ്രോഹിക്കരുത്. പാവം അല്ലാന്ന് തെളിയും കുറച്ച് കഴിയുമ്പോൾ. CPM തന്നെ ആവണമെന്നുണ്ടോ ഞങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ? അല്ലല്ലോ. അപ്പം ഗവൺമെൻറ്റിനോട് ഞാൻ ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. CCTV അംഗൻവാടിയിൽ നിർബന്ധം തീർച്ചയായിട്ടും വേണം. ഞങ്ങളുടെ കുട്ടികൾ അവിടെ സുരക്ഷിതരാണോ എന്നുള്ളത് അറിയണം. കാരണം രമയെ പോലുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ ഉള്ളത്. അവളുടെയൊക്കെ തനി നിറം അറിയുന്നത് ഞാനിവിടെ ഇല്ലാതിരിക്കുമ്പോഴാണ്. മനസ്സിലായോ? എൻ്റെ വീട്ടിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം സാധനങ്ങൾ എടുക്കാൻ. പക്ഷേ ഈ കൂതറകൾ കാരണമാണ് വരാൻ പറ്റാത്തത്. പോലീസ് ചോദിക്കുവാണ് എൻ്റെ പട്ടിക്ക് ആഹാരം കൊടുക്കാൻ നിങ്ങളവിടെ ഇല്ലാഞ്ഞിട്ടാണോ എന്ന്. ഞാൻ ആഹാരം ദൂരെ നിന്നിട്ട് ഞാൻ എത്തിക്കുന്നതാണ് അവിടെ. അത് എൻ്റെ പട്ടിയുടെ കാര്യം. ഇനി എൻ്റെ പട്ടി പോലും അവിടെ സുരക്ഷിതമല്ല. കാരണം CWDCക്ക് വേണ്ടി എൻ്റെ പട്ടിയെ അവിടെ മയക്കി കിടത്തി ഇവർ എന്താണ്ട് കൊടുത്തിട്ട്. അറിയോ?